ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു ഷെർബീസ് ടൈം പാസ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖം സന്തോഷമൊക്കെയാണെന്ന് വിചാരിക്കുന്നു. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ഞങ്ങളും ഇവിടെ സുഖമായിട്ട് പോകുന്നു. അപ്പോൾ ഇതാ റമദാൻ 8 അന്നത്തെ വ്ളോഗാണ് കേട്ടോ. എന്താണ് എൻ്റെ ആദ്യത്തെ വ്ളോഗാണ് റമദാൻ മാസത്തിലെ. അപ്പോൾ ഇന്നത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകട്ടോ. ഒന്നാമത് വീഡിയോ എടുക്കാനുള്ള മൂടൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ടൈമും കിട്ടില്ല. പിന്നെ കിട്ടുന്ന ടൈമിലാണെങ്കിൽ മക്കളെ കയ്യിലൊക്കെ ആവും ഫോൺ, അതുകൊണ്ട് തന്നെ എടുക്കില്ല. അപ്പം ഞാൻ എന്താ ഇവിടെ ഉണ്ടാക്കുന്നത് വെച്ചാൽ എന്താണ് നമ്മളെ വർമ്മസെല്ലി കൊണ്ട് ഒരു പായസം കേട്ടോ. എന്താണ് തരിക്കഞ്ഞി പായസം ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ റവയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ സേമിയ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ മിന്നുമ്പോൾ പിന്നെ എന്താണ് ഞങ്ങൾക്ക് റോസ്റ്റ് ചെയ്യണം പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ ഇതാ ഇതാണ് നമ്മൾ സേമിയ ഇവിടെ വറുത്തല്ലോ. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ആപ്പിന് ചെറുതായിട്ട് പ്രശ്നമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കുക്കറിൽ എന്താണ് വീഡിയോ ഒക്കെ ചലനൊന്നും ഉണ്ടാകലില്ല. അപ്പം എന്താണ് ഉണ്ടാക്കി വരുമ്പോൾ പ്രോസസ്സായി വരുമ്പോൾ എങ്ങനെ കിട്ടുമെന്ന് അറിയില്ല. ഏതായാലും ഞാനിവിടെ കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് ആവശ്യത്തിനില്ല നമ്മൾ വറുത്ത് വെച്ച സേമിയയിലേക്ക് എന്താണ് ഇട്ടെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിന് വെള്ളം ചേർത്തിട്ടുണ്ട്. എന്താണ് നമ്മൾ സ്റ്റവ് വെച്ചെടുക്കട്ടെ. അപ്പോൾ അതൊരു വിസിലടിച്ചിട്ട് കുറച്ച് നേരമൊക്കെ നിർത്തിയിട്ട് നമുക്ക് ഇതായാലും ഇത് വെന്ത് കിട്ടും. അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ആക്കിയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. സോറി, വിട്ടുപോയതാണ്. അപ്പോൾ പിന്നെ പത്തിരി പിന്നെ സാധാരണ ഉണ്ടാക്കാനാണല്ലോ. പത്തിരി പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. പിന്നെ ഈ ഒരു എന്താണ് നമ്മൾ തരിക്കഞ്ഞി പായസം ഉണ്ടാക്കാൻ കേട്ടോ. ഇനിയിപ്പോൾ എന്താ വേണ്ടത്, നമ്മളെ എന്താ സേമിയ ഒന്ന് വേവിച്ചെടുക്കണമല്ലോ. അപ്പോഴേക്ക് നമുക്ക് ഇനി അടുത്ത പണി ചെയ്യാം. അതവിടെ കടന്ന് ഇങ്ങനെ കുക്കായിക്കോട്ടെ കേട്ടോ. ഇനി കുറച്ച് റവ ഇവിടെ എടുത്ത് വെക്കണം. അപ്പം അതൊന്ന് വേവിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാനത് വറുത്തിട്ടൊന്നുമില്ല കേട്ടോ. കുറച്ച് റവ എടുത്തത് കുറച്ചുകൂടെ ഏറിപ്പോയി. എടുത്തെടുത്തിട്ട് ഇങ്ങനെ തൈര എന്നുള്ള രീതിയിൽ ഇങ്ങനെ എടുത്തെടുത്തിട്ട് കുറച്ച് ഏറിപ്പോയി. അത് നന്നാക്കി കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുത്തിട്ട് നന്നാക്കി മിക്സ് ചെയ്തിട്ട് ഞാൻ എന്താ സ്റ്റോൺ വെച്ചിട്ട് വേവിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മളെ കുക്കറിൽ എന്താണ് തിളച്ച് പൊന്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് എന്താണ് സിമ്മിലൊക്കെ എടുത്തിട്ടുണ്ട്. അവിടെ കടന്നിങ്ങനെ പാകത്തിന് ഇങ്ങനെ കുക്കായിക്കോട്ടോ. അപ്പോൾ ഇടയ്ക്കൊരു ശ്രദ്ധ വേണം, അല്ലെങ്കിൽ ഇങ്ങനെ ആകെ എന്തെങ്കിലും കായിപ്പോകും കേട്ടോ. പിന്നെ ഇനി എന്താ വേണ്ടതെന്നോ, അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ വേണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു തേങ്ങേൻ്റെ കുറച്ച് ഒരിത്തിരി തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് തേങ്ങ ചിരകി അതിൻ്റെ ഒരു പാൽ ഇനി ഇത് അരിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പം അത് അരിച്ചെടുത്തിട്ട് ബാക്കി പണികൾ എന്തൊക്കെയാ വെച്ചാൽ അത് ചെയ്യാം. അപ്പോൾ അത് തേങ്ങാപ്പാലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എന്താണ് നമ്മളെ വർമ്മസല്ലി അതും വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ എനിക്ക് ഈ ഒരു ലെവലിലാട്ടോ കിട്ടിയത്. അപ്പോൾ വറുത്തയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നതിൽ ഒന്ന് എന്താണ് ചെറുതായിട്ട് ചോണ്ടൊക്കെ ആയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഭയങ്കര ടേസ്റ്റ് തന്നെ കിട്ടും. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന രീതി വെച്ചാൽ അതാട്ടോ കാണിച്ചു തരാം. ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന സമയമാണ് രാത്രി 1:05 കേട്ടോ. എഡിറ്റൊക്കെ ചെയ്ത് എന്താണ് ഒരു 11:30 ശേഷമാണ് ഞാനിത് എഡിറ്റ് ചെയ്ത് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. അപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കണം. കുറേ പണിയാണ് കേട്ടോ. കുറച്ച് പണി ആയതുകൊണ്ട് തന്നെ എനിക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ മടിയില്ല. തന്നെ ഞാൻ വീഡിയോ എടുക്കാനും ഒക്കെ ഒരു മടി കേട്ടോ. പിന്നെ പയ്യെ മാതിരി ഒരു ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. പിന്നെ കുറച്ച് സമാധാനം ഇതിലുണ്ട് എന്നല്ലാതെ വേറൊന്നും ഇല്ല. അത്രയൊക്കെ തന്നെ കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ കുറച്ച് സമാധാനം കിട്ടി. നമ്മളെ എന്താ പറയുക ടൈം കൊണ്ട് പോയി കിട്ടി. കുറച്ച് സൗകര്യക്കേടും കിട്ടി. അതൊക്കെ അപ്പോൾ ഇതിലില്ല കേട്ടോ. കുറേ അതും ഇതൊക്കെ വേസ്റ്റ് ആയി. അതും അങ്ങനെയും കിട്ടി, എല്ലാം കിട്ടി. അപ്പോൾ ഏതായാലും നമ്മളെ എന്താണ് വർമ്മസല്ലിയില്ലേ സേമിയൊക്കെ വെന്തത് ഞാൻ ഈ റവയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പാകത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നാക്കിയിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് എന്ത് വേണം ഇനി എന്തൊക്കെയാണ് നമുക്ക് നോക്കി നോക്കട്ടോ. വീഡിയോ കാണുന്നതിനനുസരിച്ച് ഞാൻ അങ്ങനെ പറഞ്ഞുതരാം. അപ്പോൾ ആ തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചെടുത്തോ ഇല്ല. അപ്പോൾ അത് ഒന്ന് തിളപ്പിച്ചെടുക്കട്ടോ. അപ്പോൾ ഒന്നുകൂടി രണ്ടും വെന്ത് തന്നെയാണ്. ഇതിൻ്റെ ആവശ്യമില്ല. അപ്പം ഈ തേങ്ങാപ്പാൽ എന്താണ് ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്ക് എല്ലാ പണികളും കഴിഞ്ഞിട്ട് മതി തേങ്ങാപ്പാൽ ഒഴിച്ചെടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോകും. അപ്പോൾ അത് ഒഴിച്ചെടുത്തിട്ടില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ഇതിൽ നിന്ന് എടുത്തിട്ട് നമ്മുടെ സേമിയ ഇതൊക്കെ വേവിച്ച് എന്താണ് റവിയൊക്കെ വേവിച്ചെടുത്തിട്ട് അതിന് കുറച്ച് എടുത്തിട്ട് കുറച്ച് പാൽപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് പാലൊന്നും കിട്ടിയിട്ടില്ല. പാലൊന്നും പിന്നെ ആ വാക്ക പരിപാടിക്കൊന്നും പോയിട്ടില്ല കേട്ടോ. പാലുണ്ടെങ്കിൽ ഒന്നുകൂടി ആയിരുന്നു. അപ്പോൾ പാൽപ്പൊടി ഉണ്ടല്ലോ എന്നതിൻ്റെ ഒരു സമാധാനം കേട്ടോ. അപ്പോൾ അതൊന്ന് ഒരു പാത്രത്തിൽ വെച്ചെടുത്തിട്ട് അത് നന്നാക്കി മിക്സ് ചെയ്തിട്ട് ഞാനിത് അതിലേക്ക് എന്താണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമ്മളെ തേങ്ങാപ്പാൽ ഒഴിച്ചെടുക്കൽ വിചാരിച്ചിട്ട്. അപ്പോൾ എനിക്കൊരു പേടി എന്തെങ്കിലും കഴിഞ്ഞ ആദ്യം ഇതാക്കി പിന്നെ ഇത് തിളപ്പിച്ചെടുത്താലോ എന്താ പിരിയോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പം അങ്ങനെ പിന്നെ അവസാനം ആകുമ്പോൾ ഒന്ന് തുള്ളിച്ചെടുത്താൽ മതിയല്ലോ. അടിയിൽ ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. ജിതുമോനി എന്തൊക്കെ ഒരു വാശും ഇതൊക്കെ ഉണ്ട്. ഇന്ന് എന്തൊക്കെ ഒരു ഉഷാറില്ലാത്തൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും ഓൻ്റെ ഒരു കാര്യങ്ങളെ ഞാൻ ഇങ്ങനെ എല്ലാ വീഡിയോയിലും പറഞ്ഞതാണ്. അപ്പോൾ എന്തോ ഒരു ഇതിങ്ങനെ ഭയങ്കര സൂര്യക്കെടുത്തില്ല. ഒന്നാമത് അടുപ്പത്തെ പണി എന്നൊക്കെ പറഞ്ഞാൽ അവന് ഭയങ്കര ഇഷ്ടമാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഒപ്പം എപ്പോഴും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നെ എന്നോട് ഒരു സൂര്യക്കിരണമായിട്ട് അങ്ങനെ ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഒരു ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ ഇങ്ങനെ വീഡിയോ കാണുമ്പോൾ അതിൻ്റെ ഇതൊക്കെ കേൾക്കുമ്പോൾ അത് രസമാക്കാം. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാരയും ചേർത്തി കൊടുക്കും. അപ്പം ഇനി അവസാനമായിട്ട് എന്ത് ചേർക്കണം, വീട്ടിൽ മിൽക്ക് മെയ്ഡ് ചേർക്കണം കേട്ടോ. അപ്പം മിൽക്ക് മെയ്ഡ് എല്ലാവർക്കും ചേർക്കുന്നതുകൊണ്ട് പഞ്ചസാരൻ്റെ ആവശ്യമില്ലെന്നാലും ഞാൻ രണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് നോക്കി വെക്കാം. അപ്പുറത്താക്കണം നമ്മളെ മിന്നക്കുട്ടിയാണെങ്കിൽ ബ്രോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ എന്താണ് അതുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൾക്ക് അത് വേണം പറഞ്ഞിട്ട് അങ്ങനെ 2-3 പീസ് എടുത്തിട്ടാണ്ട് അവൾക്ക് ഇതുമോനും അങ്ങനെ ഉണ്ടാക്കട്ടെ വിചാരിച്ചു. അതുകൊണ്ട് പിന്നെ അത് ആ വക മാതാ കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളതാണ് ഉണ്ടാക്കട്ടെ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ കേട്ടോ. ഇനി എന്ത് വേണമെന്നോ, ഇനി ഇത് വറുത്തെടുക്കണം. ഇനി എന്താണ് നല്ല അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വെച്ചിട്ട് എന്താ ഈ പായസത്തിൽ നമുക്ക് ഇത് വറുത്തെടുക്കണം. അപ്പോൾ ഇതാ ഒരു പാനെടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിൻ്റെ ആർക്കേറ്റിൻ്റെ നെയ്യ് ഒഴിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് എന്താ പറയുക വറുത്തെടുക്കട്ടോ. ഇത് ചൂടായതിനു ശേഷം ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ടിട്ട് നമുക്ക് നമ്മുടെ കരിക്കഞ്ഞി പായസത്തിൽ ഇത് ആഡ് ചെയ്തെടുക്കട്ടോ. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. അപ്പം ഞാനിപ്പോൾ ആദ്യത്തെ വീഡിയോ ചെയ്യുമ്പം ആദ്യത്തെ നല്ല ഈ ഒരു റമദാനിൽ ഞാൻ എൻ്റെ ആദ്യത്തെ വ്ളോഗാണ്. പിന്നെ വീഡിയോ എടുക്കാത്ത കാരണം പറഞ്ഞാൽ പിന്നെ ഒന്നാമത് കൂടില്ല. പിന്നെ വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ട് എടുക്കണമെങ്കിൽ ക്യാമറ അങ്ങോട്ട് തിരിക്കലും ഇതൊക്കെ ആക്കണം വിചാരിച്ചിട്ട് നമ്മളെ ടൈമിൽ പെട്ടെന്ന് പോയി കിട്ടും. അപ്പം അങ്ങനെ കൂടാനാവില്ലാന്നൊക്കെ വിചാരിച്ചിട്ടാണ്. പിന്നെ എനിക്ക് തോന്നി ഒഴിവിൻ്റെ ദിവസമല്ലേ ഒരു വീഡിയോ ഇത് വന്ന് ഞാൻ റമദാനിൽ ഇങ്ങനെ ഇട്ടോക്കട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ. എല്ലാ ബുദ്ധിമുട്ടും വല്ല കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം നമ്മളെ കാഷ്നട്ട് വറുത്ത് കഴിഞ്ഞ് ഇതാ മുന്തിരി ഗ്രേപ്സ് കൂടി വറുത്തിട്ട് നമുക്ക് നമ്മളെ പായസത്തിൽ ഞാൻ ഈ ഒരു നെയ്യിൽ തന്നെ നമ്മൾ ഈ ആർക്കേസിൻ്റെ ഇതിൽ തന്നെ കുറച്ച് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ വറുത്തെടുത്തിട്ട് എന്നിട്ട് നമുക്ക് നമ്മളെ പായസത്തിൽ ഒഴിച്ചെടുക്കാം കരിക്കഞ്ഞിക്ക്. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് കഴിഞ്ഞ് അവസാനമായിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടി ചേർത്തിട്ട് അപ്പോൾ പായസം റെഡി ആകും. അപ്പോഴേക്കും എന്ത് വേണം അടുത്ത പത്തിരി പണി തുടങ്ങണം. അപ്പം ഞാൻ പായസം ഉണ്ടാക്കി വെച്ചിട്ട് മതിയെ പത്തിരിക്കില്ല വക പരിപാടികളൊക്കെ എന്ന് വിചാരിച്ചിട്ടോ. പിന്നെ കറി ഉണ്ടാക്കണം, അതൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പം ഞാൻ തിരുമ വരികയാണെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ കൊടുക്കും ചെയ്യാലോ. അങ്ങനെ ഉള്ളി വറുത്തതും അതിലേക്ക് ചേർത്തി കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ എനിക്ക് പായസത്തൊക്കെ ഏലക്കായ ഇല്ല, ഞാൻ ശരിയല്ല കേട്ടോ. അപ്പോൾ ഏലക്കായ ഇവിടെ കഴിഞ്ഞിട്ടൊക്കെ കുറേ ദിവസമായിട്ട് പിന്നെ ആ വക പരിപാടിക്കൊന്നും പോയിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെ മതി വിചാരിച്ചിട്ട് അങ്ങനെ പോകട്ടെ. പിന്നെ അത്യാവശ്യം നമ്മൾ വീടെടുക്കുമ്പോഴൊക്കെ പിന്നെ ഓരോന്നായിട്ട് ഇങ്ങനെ ഇത് പോകും. പക്ഷെ ഏലക്കായ ഇല്ലാതെ പായസം ഉണ്ടാക്കുന്നത് പറഞ്ഞാൽ അത്ര എന്നാലും കുഴപ്പമില്ല കേട്ടോ. ഒരു സുഖമുള്ള കാര്യമില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വീഡിയോയിൽ കാണിക്കുമ്പോൾ എല്ലാം വേണ്ടി വരുമല്ലോ. അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വ്ലോഗ്. അപ്പോൾ അകത്ത് വെള്ളം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പോയി കൊണ്ടുവന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടി ലൂസാക്കി എടുക്കണ്ടോ. പിന്നെ പാലിനും ആ ഒരു ഇതിനൊന്നും പോയിട്ടില്ല. അപ്പം എൻ്റെ പാല് ഇന്നലെ വരെ പാല് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇന്നലെ എന്താ വെച്ചാൽ ഇങ്ങനത്തെ പായസം ഉണ്ടാക്കാൻ തോന്നിയിട്ടില്ല. പിന്നെ ജ്യൂസായിട്ടോ അങ്ങനെ ജ്യൂസൊക്കെ എടുത്ത് ചേർത്തിട്ട് അങ്ങനെ കഴിഞ്ഞാൽ അപ്പോൾ നമ്മളെ മിൽക്ക് മെയ്ഡ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പായസം ഇവിടെ സെറ്റായി. നമ്മളെ തരിക്കഞ്ഞി പായസം ഇവിടെ സെറ്റായി കഴിഞ്ഞിട്ട് അപ്പം ഇതിലേക്ക് എന്താ വേണമെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ ഒത്തിരി ഉപ്പേ ചേർത്തിട്ടുള്ളൂ. ഒന്നാമത് ഉമ്മാക്ക് ഉപ്പ് അധികമായാൽ പറ്റൂല, പ്രഷറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എല്ലാത്തിനും കുറഞ്ഞ ഒരു മിതമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉമ്മാനോട് ചോദിച്ചിട്ടൊക്കെയാണ് എത്ര വേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ ഇട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കുള്ള ഉപ്പ് ചേർത്തിട്ട് കാര്യമില്ലല്ലോ, അതായത് കൂടി വേണം നിയന്ത്രിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ. അടുത്തതെന്താ നമ്മളെ പത്തിരിപ്പണി തുടങ്ങണം. അത് വരെ തുടങ്ങിയിട്ടില്ല. സമയമാണ് ഒരുപാട് പോയിട്ടുണ്ട്. കുറേ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളും ഇന്നത്തെ കിച്ചണിലുണ്ട് കേട്ടോ. കിച്ചണിലേക്ക് വരുമ്പോൾ കുറേ ബുദ്ധിമുട്ടുകൾ അതൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് വീഡിയോ എടുക്കലൊക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇഷ്ടമാണ്. പക്ഷെ ഇങ്ങനെ ഓരോരോ ബുദ്ധിമുട്ട് നേരം ഒക്കെ ആവുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു ഷീറ്റ് റൊട്ടി മേക്കർ വാങ്ങിയിട്ടുണ്ട്. അപ്പം ഈ തട്ടാകുമ്പോൾ അതിങ്ങനെ കടകട അല്ലിക്കണ്ട വിചാരിച്ചിട്ട് അപ്പോൾ അതൊക്കെ നന്നാക്കി കയറ്റിയിട്ട് ഞാൻ ഈ കൗണ്ടർ ടോപ്പിൽ വിരിച്ചെടുക്കട്ടെ കേട്ടോ. ഇനി അപ്പോഴേക്ക് നമുക്ക് പാനൊക്കെ റെഡിയാക്കി വെച്ചിട്ട് നമ്മളെ പത്തിരിക്ക് പൊടി വാട്ടിയെടുക്കണം. അപ്പോൾ സ്വീറ്റൊക്കെ റെഡിയാക്കി വെക്കട്ടെ. ചായക്കൊന്നും വെള്ളം തന്നെ വെച്ചിട്ട് തന്നെ അല്ല കേട്ടോ. ഞാൻ ചൂടിൻ്റെ ചായ ഒന്നും ആർക്കും പെട്ടെന്ന് കുടിച്ചാൽ പോകില്ലട്ടോ. എനിക്കൊന്നും വലിയ വിഷയമൊന്നുമില്ല കേട്ടോ. ഉമ്മാക്കൊന്നും അങ്ങനത്തെ പെട്ടെന്നുള്ള ചൂടിൻ്റെ ചായ കുടിച്ചാൽ അങ്ങനെ പോകുന്നില്ല കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ ചായക്ക് ഒക്കെ വെള്ളം വെച്ചെടുത്തിട്ടുണ്ട്. ആകെ ടൈം ഞാൻ നോക്കുമ്പോൾ എത്രയായിട്ടുണ്ട്, 5:30 ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴോ നമ്മളെ കിച്ചണിലേക്ക് കയറി വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ സൈഡിക്കേട് ജിനിമോന് ഇങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞത് കൊണ്ട് കാര്യങ്ങൾ സാധിക്കാൻ പിന്നെ നമുക്ക് ഒരു ദിനം ഇടഞ്ഞ് ബാക്കി കൂടി കുറേ അങ്ങനെയൊക്കെ പോകും കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പൊടി വാട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുക്കട്ടോ. വെളിച്ചെണ്ണയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഞാൻ ഇവിടെ ഓയിലൊക്കെ ചേർക്കുന്നത്. അപ്പോൾ ബോട്ടിൽ നമ്മളെ വെളിച്ചെണ്ണ കഴിഞ്ഞതുകൊണ്ട് ഞാൻ ഓയിൽ എടുക്കുന്നത് അത് എടുത്ത് കൊണ്ടുവന്നിട്ട് വേണം. അപ്പം കുറേ നേരം ആയതുകൊണ്ട് തന്നെ കുറച്ച് മടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ
അതൊക്കെ നിൽക്കട്ടെ വിചാരിച്ചു. അപ്പോൾ ഞാൻ കൊണ്ടുവരാൻ പോകുന്നുണ്ട്, ഇതൊന്ന് ബാക്കി കഴിയട്ടെ. അപ്പോൾ ഞങ്ങൾക്ക് റെഡി. അപ്പം ഇനി ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഏതായാലും എടുക്കണമല്ലോ, വെളിച്ചെണ്ണ എടുക്കാൻ പോകേണ്ടി വരും. അപ്പം അങ്ങനെ നമ്മളെ ചായൻ്റെ വെള്ളമൊക്കെ തളിച്ചിട്ടുണ്ട്. ഒരു പാൽപ്പൊടി ഇട്ട് ഒരു ചായ ഇട്ട് അവിടെ ഉണ്ടാക്കുന്നതൊക്കെ അപ്പോൾ അതിനനുസരിച്ചുള്ള ചായപ്പൊടി ഇട്ട് കൊടുക്കാൻ ഒരു 3-4 സ്പൂണ് നമ്മൾ അതിനനുസരിച്ച് എന്താ പറയുക പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മളെ പൊടിയൊക്കെ വാട്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് കുഴച്ചെടുക്കണ്ട. അപ്പോൾ ഈ സീറ്റിൽ കുഴക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു സുഖം കേട്ടോ, നല്ലൊരു മിൽക്കൊക്കെ ഉണ്ട് ഇങ്ങനെ തോന്നിട്ടോ. എനിക്ക് പ്രത്യേകിച്ച് നല്ല പെട്ടെന്ന് കുഴഞ്ഞ പോലെയൊക്കെ നല്ലൊരു എന്താ പറയുക, നല്ലൊരു സോഫ്റ്റ് ആയി കിട്ടുന്ന പോലെ കേട്ടോ. പിന്നെ പത്തിരി കഴിക്കാനൊക്കെ നല്ലൊരു രസം തോന്നുന്നുണ്ട് കേട്ടോ, നല്ലൊരു പത്തിരി നല്ല ചിക്കൻ കറി അങ്ങനെ തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കിയാണ്, ഞാൻ തന്നെ ഇത് പുതിയെത്തി പറയുന്നത് കേട്ടോ. പക്ഷേ ഈ ഒരു സീറ്റിൻ്റെ ഒരു ഇതാട്ടോ ഞാൻ പറയുന്നത്, ആ ഒരു ഈ ഒരു എന്താണ് സീറ്റിൽ കുഴക്കുന്നതുകൊണ്ട് ഇല്ലൊരു ഇതും പിന്നെ ഇങ്ങനെ ഇങ്ങനെ കുഴക്കാൻ വേണ്ടി ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ തോന്നും ചെയ്യും. പക്ഷെ കേക്ക് എടുക്കുമ്പോൾ എല്ലാ കേക്കിലാണ് ഇട്ടിട്ട് എന്നാലും കുഴപ്പമില്ല കേട്ടോ. അത് കുറച്ച് കിട്ടിയിട്ടാലും പിന്നെ എന്താ സുഖമായിട്ട് നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റില്ല. കുറച്ച് ഓയിലൊക്കെ ചേർത്തിട്ട് നന്നാക്കിയിട്ട് കുഴച്ചെടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഓരോ ബോളാക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മളെ പത്തിരി പണി തുടങ്ങണം. അപ്പോൾ ഇന്നത്തെ വ്ലോഗിലൊക്കെ നേരെ തല തിരിഞ്ഞുകൊണ്ടോ ആദ്യം എടുക്കേണ്ടത് അവസാനം എടുക്കേണ്ടതൊക്കെ ആദ്യം എടുത്തു വെച്ചിട്ടുള്ളത് കേട്ടോ. ഏതായാലും കഴിക്കുമ്പോൾ കുറേ ടൈമിൽ ആകുമല്ലോ. അപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ ബോൾ ഇങ്ങനെ ഉണ്ടാക്കട്ടെ. ഇനി എന്താ ചിക്കൻ കറി ഉണ്ടാക്കാനുണ്ട് കുറച്ചേ എത്രങ്ങാനും ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കറി ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ് ചിക്കൻ എടുക്കുന്ന വീഡിയോ ഒന്നും ഇല്ല കേട്ടോ. നീ ചിക്കൻ വേകുന്നതും ചിക്കൻ എടുത്തൊക്കെ വീഡിയോ ഒന്നുമില്ല. പക്ഷേ ചിക്കൻ കറി ഉണ്ടാക്കുന്ന വീഡിയോ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഏതായാലും നമ്മളെ ബോളുകൾ ഇവിടെ ഉണ്ടാക്കി പത്തിരി. അപ്പോൾ ഇത് മിന്നമോള് വന്നിട്ടോ ഞാൻ പരത്തി തരാമെന്നുകൊണ്ട് ഞാൻ കുറച്ച് ഒന്ന് രക്ഷപ്പെട്ടിട്ടോ. അല്ലെങ്കിൽ ഞാൻ പിന്നെ അപ്പോൾ എന്നെ ചൂടാനൊക്കെ പിന്നെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ നിങ്ങളുടെ എൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നങ്ങനെ പോയിട്ടോ. ഇനി എന്താ ചിക്കൻ കറി പെട്ടെന്ന് ഉണ്ടാക്കണം, അങ്ങനെ വാങ്ങു കൊടുക്കാനുള്ള ടൈം ഇങ്ങനെ ആയിക്കോടിരിക്കണം. ആ ഒരു രീതിയിൽ ഞാൻ എന്തെല്ലാം കാട്ടിക്കൂട്ടണം. അതിൻ്റെ ഇടയിൽ ജിതുമോൻ്റെ കരച്ചിൽ എന്താ വെച്ചാൽ ഞാൻ ഓരോന്ന് എടുക്കാൻ പോകുമ്പോൾ നമ്മൾ കിച്ചണിൽ ഓരോന്ന് എന്തിനൊക്കെ പോകും, എന്താ ഉള്ളി അങ്ങനെയൊക്കെ ഓരോന്ന് ഫ്രിഡ്ജിൽ നിന്ന് ഇങ്ങനെ എടുക്കാൻ പോകുമ്പോൾ ഓനതാ സൈക്കിൾ പോയിട്ട് വൈക്ക് ഇങ്ങനെ മുട്ടിക്കട്ടെ. പിന്നെ എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനാക്കാതെ അയക്കാതെ അങ്ങനെ ബ്ലോക്കൊക്കെ. അപ്പോൾ എനിക്ക് ആ ടൈമിൽ എനിക്ക് നല്ലോണം സമയം കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് എന്താണ് നമ്മുടെ സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സവാള ചേർത്ത് കൊടുക്കണം, ഉള്ളി, ടൊമാറ്റോ, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. പച്ചമുളകില്ല കേട്ടോ, ഇവിടെ ഉണ്ടായിട്ട് ഉണക്കി വെച്ച മുളക് അതുകൂടി ചേർത്ത് കൊടുത്ത് ഞാൻ എന്താണ് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ട് വരാണ്ട്. അപ്പോൾ അതൊന്നും വീടില്ല. അപ്പോൾ പത്തിരി ഞാനിതിങ്ങനെ മറിച്ചെടുക്കട്ടെ. അമ്മ ഇങ്ങനെ ചുട്ടുകൊണ്ട് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ഇടയിൽ വന്നുകൊണ്ട് മറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ആകെ ഒരു എന്താണ് വീടെടുക്കലും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ. എന്താ ജിതുമോൻ എന്നെ അയക്കാത്തോണ്ട് ചെറുതായിട്ട് ഞാൻ അവനൊന്ന് കൊട്ടിട്ട. പിന്നെ അങ്ങനെ ദേഷ്യം വാശിക്കായി അവക്ക് പരിപാടിക്കൊന്നും പോകുന്നില്ല, എനിക്ക് കുറച്ചൊരു ഷോപ്പിങ്ങിൽ കൂടെ കൈകാര്യം ചെയ്താൽ മതി അതിന് എനിക്ക് തോന്നിയിട്ടുമില്ല. പിന്നെ അങ്ങനെ ടൈം അങ്ങനെ ഇങ്ങനെ വൈകിയപ്പോൾ എനിക്കിങ്ങനെ ചെറുതായിട്ട് വാശി കൂടി. പിന്നെ എന്താ പറയാ അവന്റെ കാര്യങ്ങൾ പിന്നെ ശ്രദ്ധിക്കണം, അധികം ആയിപ്പോയി. പിന്നെ എല്ലാം അങ്ങനെ ഇങ്ങനെയൊക്കെ ഏതായാലും കശപിശ ആയിട്ട് അങ്ങനെ പോയി. അപ്പോൾ ഇതിന് എന്താ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് എന്തൊക്കെ വേണമെന്നോ ഇനി മസാലകൾ ചേർത്തി കൊടുക്കണം. എന്താ ഞാൻ ഇടുന്നത് വെച്ചാൽ ടൊമാറ്റോ, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് ഇതിലേക്ക് ചേർത്തി കൊടുക്കുക. പിന്നെ എന്തുവാണ് നമ്മുടെ മസാലകൾ എന്താ പറയുക മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പെരിഞ്ചീരകപ്പൊടി അങ്ങനെ എല്ലാ മസാലകളും ചേർത്തി കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്ത് വെക്കട്ടോ. പിന്നെ കഴുകി വെച്ച ചിക്കനും കൂടി ഇതിലേക്ക് ചേർത്തി കൊടുത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അപ്പോൾ നമ്മൾ ടൊമാറ്റോ, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് പേസ്റ്റ്, പച്ചമുളകല്ല ഞാൻ പച്ചമുളക് ഇട്ടിട്ടില്ല കേട്ടോ, ഉണക്കൽ മുളകാണ് ഇട്ടത്. എന്താ അവിടെ പച്ചമുളക് ഉണക്കി വെച്ചിട്ടോ. അപ്പൊ അതാണ് അതിലേക്ക് ചേർത്തി കൊടുത്തത്. എന്നാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ പിന്നെ കറിവേപ്പില ഒന്നും ഉണ്ട് കേട്ടോ. കറിവേപ്പില ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഒരു ഇതായിരുന്നു. പക്ഷെ കറിവേപ്പില തന്നെ ആ മരമൊക്കെ ഉണങ്ങിയതുകൊണ്ട് തന്നെ അതിൻ്റെ എനിക്ക് എടുക്കാൻ തോന്നില്ല കേട്ടോ. അങ്ങനെ ഉണ്ട്, പക്ഷെ ആവശ്യത്തിനൊക്കെ എടുക്കാന്നുണ്ടെങ്കിൽ പക്ഷെ എനിക്ക് വീഡിയോയിൽ കാണിക്കുമ്പോൾ അതിൻ്റെ ഒരു ഇതൊന്നുമില്ല. ഒരുപാട് ഞാൻ ചെയ്തില്ലെങ്കിലും പക്ഷെ ഇപ്പൊ ഞാൻ കറിവേപ്പിലൊക്കെ പോകാറില്ല. അപ്പൊ അങ്ങനെ അതിൻ്റെ ഇതൊക്കെ കാണുമ്പോൾ ഒരു സങ്കടം, അതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതാ കഴുകി വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ആവശ്യത്തിനുള്ള മസാലകൾ ഞാൻ പറഞ്ഞല്ലോ, പാകത്തിന് ഉപ്പും ചേർത്തിട്ട് ആവശ്യത്തിന് എന്തൊക്കെ മസാലകളെ ചേർത്ത് കൊടുത്തിട്ട് അപ്പൊ ഞാൻ ചേർത്ത് കൊടുത്ത മസാലകൾ മഞ്ഞൾപ്പൊടി, മുളകുപൊടി, പിന്നെ പെരിഞ്ചീരകപ്പൊടി, മല്ലിപ്പൊടി, വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാം. പിന്നെ കുറച്ച് ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു രസമാണ് കേട്ടോ ചിക്കൻ മസാല ഇതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ. വേണമെന്നുണ്ടെങ്കിൽ മതി, ഇല്ലെങ്കിൽ വേണമെന്നില്ല കേട്ടോ. അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പൊ ഏതായാലും ഇത് അരച്ചു വെച്ചിട്ട് നമുക്ക് എല്ലാ കറികൾ റെഡിയാക്കി വെക്കണം. അപ്പോഴേക്ക് തന്നെ ഇത് വെക്കാനായിപ്പോയി തന്നെ ബാങ്ക് കൊടുക്കാൻ ടൈം ആയിട്ടുണ്ട്. അപ്പോഴേക്ക് ബാങ്ക് കൊടുത്തെന്ന് തോന്നുന്നു കേട്ടോ. അപ്പൊ ഇത് വെച്ചിട്ട് അപ്പൊ ഞാൻ പായസം ഇതൊക്കെ ഉണ്ടല്ലോ,
നമ്മളെ എന്താ തരിക്കഞ്ഞി പായസവും പിന്നെ ചായ ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ജ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇന്നലെ വരെ അതൊക്കെ ഉണ്ടായിരുന്നു, ജ്യൂസും ഫ്രൂട്ട്സും ഒക്കെ ആയിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ കരി ഉണ്ടാവില്ല കേട്ടോ. ഞാൻ പിന്നെ ഒന്നാമത് ജോലിയിലൊക്കെ പോയി വരുമ്പോൾ പിന്നെ ആ ടൈമിനൊന്നും നേരം കിട്ടില്ല. വീഡിയോ എടുക്കാനുള്ള ഒരു സമയം ഇതൊന്നും കിട്ടാത്തത് കൊണ്ടാണ് കാണാറുള്ളത്. ഞാൻ രാവിലെ തന്നെ പത്തിരി പരത്തി വെച്ചിട്ടാണ് ഞാൻ പോകാറുള്ളത്. പിന്നെ അങ്ങനെ പോകുമ്പോൾ പിന്നെ വരുമ്പോൾ പിന്നെ എനിക്ക് ആ കുറഞ്ഞ സമയം കൊണ്ട് കിട്ടുള്ളൂ. പിന്നെ ആ വീഡിയോക്കുള്ള ടൈം ഉണ്ടാവില്ല. ഞാൻ ഇവിടെ എത്തുമ്പോഴേക്കൊരു 5:45 നേരം കൂട്ടും. അപ്പൊ പിന്നെ കുറച്ച് ദിവസം ആയതുകൊണ്ട് ഞാൻ നേരത്തെ പോരും. അതുകൊണ്ട് തന്നെ എന്നാലും ഒരു എന്താ വീഡിയോ എടുക്കാനൊരു ടൈം എന്നാലും ഉണ്ടാവില്ല കേട്ടോ. കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ 2 ദിവസമായിപ്പോ 4:30 ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. 3:30 പോകുന്നത്. പിന്നെ ബസ്സിനനുസരിച്ച് ഇവിടുത്തെ ബസ്സിനനുസരിച്ച് 4:30 ഞാൻ ഇവിടെ എത്താറുള്ളത് കേട്ടോ. അപ്പോ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഇതാ നോൻപൊക്കെ തുറന്നു. ഇനി എന്താ കറി ആയിട്ടില്ലല്ലോ. അപ്പൊ ഈ പായസം ഇതൊക്കെ കുടിച്ചിട്ട് ഇനി ബാക്കി നിസ്കരിച്ച് വരുമ്പോഴേക്ക് കറി ആയിക്കോളും വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ ഞങ്ങള് പത്തിരി കോഴിക്കറി ഒക്കെ ആയി റെഡി ആയിട്ടോ. അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അതിനനുസരിച്ചുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അപ്പോഴിതാ ഞാൻ ഉണ്ടാക്കിയ എല്ലാ റെസിപ്പികളും എല്ലാം ഒന്നിനൊന്ന് മെച്ചട്ടോ. അപ്പൊ പായസം ഒന്ന് കുറിച്ച് എന്താ നമ്മുടെ കരിക്കഞ്ഞി പായസം കുറിച്ചിട്ട് അതിന്റെ അഭിപ്രായമൊക്കെ നല്ലതായിട്ട് പറഞ്ഞത് നല്ല രസം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പിന്നെ എന്താണ് പത്തിരിയും ഒക്കെ ചിക്കൻ കറി എല്ലാം രസം ഉണ്ടായിരുന്നു. നിങ്ങളോടും പറഞ്ഞ രസമുണ്ട്, പക്ഷെ എരിവ് കയറിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ജിതുമോന്റെ ഈ കശപ്പിശ ഇതിൽ കൂടെ ആ കച്ചറി കൂടെ ഈ കച്ചറി കൂടെ പിന്നെ അതിന്റെ ടേസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ ആർക്കും ഒരു ടൈം കിട്ടിയിട്ടില്ല കേട്ടോ. ഇവിടെ വരുന്നതാണ് ഈ ജിതുവിന്റെ വാശിയും ദേഷ്യമൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആർക്കും അതൊന്നും പറയാനുള്ള ടൈം കിട്ടില്ല. അപ്പൊ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ ചിക്കൻ എന്താണ് റോസ്റ്റ് പിന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ അതിന്റെ റെസിപ്പികളൊന്നും ഞാൻ ഒക്കെ പറഞ്ഞു കൊടുക്കുന്നല്ലാതെ എനിക്ക് ആ തിരക്ക് കൂടെ അതിനൊന്നും ടൈം കിട്ടിയിട്ടില്ല കേട്ടോ. എന്തൊക്കെയാന്നുള്ളത് എന്താ ഗോതമ്പ് പൊടിയിലാണ് കേട്ടോ ഉണ്ടാക്കിയത്. പിന്നെ മുട്ടെടുത്തു, പിന്നെ അതിലൊക്കെ എന്താണ് മുക്കിക്കാണ്ട് പിന്നെ ഗോതമ്പ് പൊടി അതിൽ എന്താ കോട്ട് ചെയ്തിട്ട് പിന്നെ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കട്ടെ ചെയ്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ അതുവരെ എല്ലാവരുടെയും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബൈ. താങ്ക് യു.